Hi guys, welcome back to my channel Creative Maker. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു വാട്ടർ വീലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം DVD പ്ലെയറിനുള്ളിലെ ആ ഒരു മോട്ടറിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റുമുള്ള ആ ഒരു 4 സ്ക്രൂ അത് നമ്മൾ അഴിച്ചെടുക്കണം. സ്ക്രൂ അഴിക്കാൻ പോവാണ്. ഈ ഒരു 4 സ്ക്രൂ നമുക്ക് അഴിച്ചു മാറ്റാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ പീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ ആ സെക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ ആ ഒരു ലെൻസിൻ്റെ ആ ഒരു ഭാഗം അത് നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സൈഡിലുള്ള ഒരു കമ്പി വലിച്ചൂരി മാറ്റിയാൽ ഈ ഒരു ഭാഗം കൂടി ഊരിപ്പോരും. അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ സെക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യം. ആ ഒരു വലിയ ഗിയർ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കുമ്പോൾ തന്നെ ആ ഒരു മോട്ടർ പല ആവർത്തി അത് കറങ്ങും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ചൂസ് ചെയ്യാൻ കാരണം. ഇതല്ല, നല്ല ഫ്രീ ആയിട്ട് ആ മോട്ടർ പല ആവർത്തി കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് കണ്ടില്ലേ, നല്ല ഫാസ്റ്റ് ആയിട്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്കത് കറങ്ങും, ഫ്രീ ആയിട്ട് തന്നെ. ഈ ഒരു ഭാഗത്ത് 2 മോട്ടറാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഈ ഒരു മോട്ടർ നമുക്ക് അഴിച്ചു മാറ്റണം. ഇതിൻ്റെ രണ്ടറ്റത്തുള്ള ആ സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം ആ മോട്ടർ ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് ഊരിപ്പോരുന്നതാണ്. അപ്പം നമുക്കത് അഴിച്ചെടുക്കാം. ഇതാണല്ലേ ഇപ്പോൾ അഴിച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോൾ എത്രയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മൾട്ടിമീറ്റർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെക്ക് ചെയ്യാൻ പോണേ. മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇതാണ്ട് കറങ്ങുന്നതിന് അനുസരിച്ച് അതിൻ്റെ ആ ഒരു വോൾട്ടേജ് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ എത്ര വേഗത്തിൽ കറങ്ങുന്നോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആ വോൾട്ടേജ് കാണുന്നത്. ഇപ്പോൾ 3.2, 3.6, 3.9 അങ്ങനെ പല വോൾട്ടേജിൽ കാണുന്നുണ്ട്. സ്ക്രൂ അഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഗിയർ തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. ഇതിപ്പോൾ തന്നെ കറങ്ങുന്നുണ്ട്, കാണാൻ പറ്റും എത്ര തവണ കറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ അത് നേരെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോഴും അത് ആ ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇതുണ്ടാവും, ഇപ്പോഴും ഇത് കറങ്ങുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇതിന് പ്രശ്നം വരുന്നത് സ്ക്രൂ ഇട്ട് കൊടുക്കാൻ പറ്റിയല്ല. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി വേറൊരു മാർഗം നോക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയൊരു പേനയുടെ റീഫിലാണ്. അപ്പോൾ അത് ഈ ഒരു ഗിയറിനുള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ആ ഒരു സ്ക്രൂ ഇട്ടിരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് സെറ്റ് ആവണം അത്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു ഗിയർ ഇതേണ്ടേ കറങ്ങുന്ന ഫ്രീ ആയിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, നല്ല ഫാസ്റ്റായിട്ട് നല്ല ഫ്രീ ആയിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. വലിയ ഫോഴ്സും ബലമൊന്നും കൊടുക്കണ്ട. ഈ ഗിയർ കറങ്ങുമ്പോൾ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു റീഫില്ലറിൻ്റെ ഭാഗം നമ്മളതൊന്ന് ഉരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഒരു കുട പോലെ ഒരു പരന്ന് അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് വന്നോളും. അപ്പോൾ അത് ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുകളിലേക്ക് വരുന്നില്ല. ഫുഡോ അങ്ങനെയുള്ള പരന്ന് എന്തെങ്കിലും ആണോ ആവശ്യം. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുക്കുക. ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു റൗണ്ടിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരു എന്താ പറയുക, കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു അളവിൽ ഞാനത് എടുത്തിട്ടുണ്ട്. ഇന്ന് മാക്സിമം കട്ട് ചെയ്യാൻ പറ്റിയ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഹാസ്ട്രോ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കട്ടറൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു സൈഡിൽ 2 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 18 എണ്ണമാണ് നമ്മൾ സൈഡിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു ഹോൾ വിട്ടെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ആ ഒരു ഗിയറിൻ്റെ ഒരു പോർഷൻ അത് ഇതിനുള്ളിലേക്ക് കയറ്റി വയ്ക്കാം. അതുകൊണ്ടാണ് നമ്മൾ മുൻപേ ആ ഗിയർ തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ഹോൾ ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ ഗിയർ ഇച്ചിരി ലൂസാണ്. അപ്പോൾ നമുക്കത് ഉള്ളിലേക്ക് ഒരു ബോൾട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചിറക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ല എന്താ പറയുക ഫ്രീ ആയിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ബോൾട്ട് മുറുകിയിട്ടുമുണ്ട്. ഇതല്ല കറങ്ങുന്ന കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എന്താ പറയുക ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മൾ ആ റീഫില്ലർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്ലേവുഡ് കറക്കുന്ന സമയത്ത് ആ ഒരു റീഫില്ലറിൻ്റെ ഊരിപ്പോയിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് റീഫില്ലർ ഇരുന്ന സ്ഥാനത്ത് തന്നെ നമ്മളൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമ്മളൊരു സ്ക്രൂ മുറുക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതിനുള്ളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഒരു പ്ലേവുഡ് കയറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ചെറുതായിട്ടൊരു നട്ട് അതിനുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. ഓവറായിട്ട് ടൈറ്റ് ആവരുത്. ടൈറ്റ് ആയി കഴിയുമ്പോൾ ആ ഒരു പ്ലേവുഡ് കറങ്ങുന്നതിന് ചെറുതായിട്ടൊന്ന് തടസ്സം വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലേവുഡ് പുറത്തേക്ക് തള്ളി വരാത്ത രീതിയിൽ ഒന്ന് സ്ക്രൂ ചെയ്ത് ഒന്ന് മുറുക്കി കൊടുക്കുക. അപ്പോൾ ഇത്രത്തോളം മതിയായിരിക്കും, ഓവറായിട്ട് ടൈറ്റ് ആവണ്ട. ഇപ്പം എന്താ പറയുക നമ്മുടെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം പ്ലേവുഡ് ചെറുതായിട്ടൊന്ന് കറങ്ങുമ്പോൾ തന്നെ ആ ഒരു മോട്ടർ പല ആവർത്തി കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മോട്ടറിന്റെ സെക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി എക്സ്റ്റൻഡ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ PVC പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് 18 പീസാണ് ആവശ്യം. അപ്പോൾ ഇതുപോലൊരു PVC പൈപ്പ് എടുത്തതിന് ശേഷം എന്താ പറയുക നെടുകെ കീറി അതിനുശേഷം നമ്മളൊരു 4 സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നമുക്ക് 18 പീസാണ് ആവശ്യം. അപ്പോൾ ഇത് നമുക്ക് പ്ലൈവുഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു 18 ഭാഗത്തോളം വരയിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മുറിച്ച പീസിലേക്ക് നമുക്കിത് കയറ്റി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഓരോന്നായിട്ട് കയറ്റി വയ്ക്കുക. നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇത് ഓരോ ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ടൈറ്റായി നിൽക്കുന്നുണ്ട് എങ്കിലും നമുക്ക് എന്താ പറയുക ഒന്ന് മുറുകി നിൽക്കുന്ന രീതിയിൽ ഉറപ്പ് വേണം. അതിനുവേണ്ടി നമുക്ക് എല്ലാ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പറയുക കറക്കി നോക്കുമ്പോൾ ഫുള്ളായിട്ട് തന്നെ എന്താ പറയുക ഫ്രീ ആയിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റലാണ് ഞാൻ ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണേൽ പലകയൊക്കെ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലാണ് നമ്മുടെ ആ ഒരു വാട്ടർ വീല് ആ ഒരു വീല് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. കൂടാതെ ആ ഒരു മോട്ടറിൽ നിന്ന് ഞാൻ ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മൾ എന്താ പറയുക വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു വയർ വരുന്നത്. ആ ഒരു ചെറിയ വയറിൽ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിയെടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ നമ്മൾ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഈ സ്ഥലം ഒന്ന് മാറ്റാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു വാട്ടർ വീല് കറക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഓസിനുള്ളിലേക്ക് നമ്മൾ എന്താ പറയുക ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ സിറിഞ്ചോ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ആ ഒരു ഭാഗം കയറ്റി വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടോ നല്ല എന്താ ഫോഴ്സിലാണ് വരുന്നത് കണ്ടോ, നല്ല വടി പോലത്തെ വെള്ളമാണ് ഇതിൻ്റെ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു വീല് കറക്കാൻ പോകുന്നത്. അപ്പം നമ്മളതൊന്ന് കറക്കി നോക്കാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ചുവട്ടിലൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെള്ളം അടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വീല് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടിയിലൊരു കല്ല് വെച്ചിരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളം നല്ലതുപോലെ തെറിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫോഴ്സാണ് അതിൻ്റെ അകത്ത് നിന്ന് വരുന്നത്. ഇതാണ് നല്ല സൂപ്പറായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആ ഒരു വയറിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ ആ പ്രോബ് ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 4.9 4.8 അങ്ങനെ ആ ഒരു വോൾട്ട് കിട്ടുന്നുണ്ട്.
ഇപ്പോൾ എന്താ പറയുക, ഇതിന് മുമ്പ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അത്യാവശ്യം നല്ല ഏതാണ്ട് 5 പോയിന്റ് സംതിങ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ കംപ്ലൈൻ്റ് എന്ന് അറിയില്ല. ഇപ്പോൾ ഏതാണ്ട് 4.9 ആ ഒരു റേഞ്ചിലേ നിൽക്കുന്നുള്ളൂ. നല്ല എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. ആ ഒരു വാട്ടർ വീല് കറങ്ങുന്ന ആ ഒരു ഫോഴ്സ് കണ്ട് തന്നെ അറിയാം. എന്താ പറയുക, നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ആ ഒരു വീല് നല്ലപോലെ തന്നെ കറങ്ങുന്നുണ്ട് കേട്ടോ. 4.4 2.8 അങ്ങനെ ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. നമ്മൾ ആ വാട്ടർ വീല് ഒന്നുകൂടി കറക്കി നോക്കിയാണ്. ഇപ്പോൾ കണ്ടോ 4.8 വാൾട്ട്, 4.7, 4.5 ചെറിയ വേരിയേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചെറിയൊരു ബൾബ് കത്തിച്ച് നോക്കാം. ഇപ്പൊ എന്താ പറയാ, ചെറിയൊരു ബൾബാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ചെറിയ 3 വോൾട്ടിന്റെ ചെറിയൊരു ബൾബ്. അപ്പൊ ഇതാണ് ആ ബൾബ്. ഇപ്പൊ ഇത് നമുക്ക് മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ കണ്ടോ, നമുക്ക് ആ ഒരു ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ബ്ലൂ ലൈറ്റ്. എന്താ പറയാ, നല്ല രീതിയിൽ തന്നെ വർക്കാകുന്നുണ്ട് കേട്ടോ. ചെറിയ ബ്ലിങ്കിങ് ഒക്കെ വരുന്നുണ്ട്, എന്നാലും സാരമില്ല. നല്ല രീതിയിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ വർക്കാകുന്നുണ്ട്. ഇതിനുള്ളിൽ വലിയ വാൾട്ടുള്ള ബൾബൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ചെറിയ വാൾട്ട്, അതായത് 3 വാൾട്ടിനോട് അനുബന്ധിച്ചുള്ള എല്ലാം നമുക്ക് വർക്ക് ചെയ്യിക്കാം. ബൾബ് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. അത്യാവശ്യം നല്ല വെട്ടം തന്നെ വരുന്നുണ്ട്. ഇപ്പം വേറൊരു ബൾബ് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് എന്താ പറയുക, 20 രൂപ ചെറിയൊരു ടോർച്ച് ബൾബിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തൊരു ബൾബാണ്. അപ്പോൾ അതും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പുറത്തെ വെട്ടത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴും അതിൻ്റെ ആ ഒരു വെട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വർക്കാവുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും.